അതോ വല്ല പിച്ചക്കാരനെ പോലെ തോന്നുന്നുണ്ടോ? എത്ര ധൈര്യമുണ്ട് നിനക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ? എനിക്ക് ദേഷ്യം വന്നാൽ വെട്ടിത്തുണ്ടോക്കും. ഇനി ഒരു പ്രാവശ്യം നിങ്ങളെ ജെട്ടിയില്ലാതെ കണ്ടാലുണ്ടല്ലോ, കട്ട് ചെയ്ത് കളയും ഞാൻ. എന്നാ ഓട് ഓട് ഓടാൻ. ഇങ്ങ് വന്നേ. ആ ദേ വന്നു, എത്തിക്കഴിഞ്ഞേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാത്തിനേക്കാളും വളരെ പ്രധാനപ്പെട്ടത് എന്താ? ശുദ്ധമായിരിക്കേണ്ടത്. നമ്മുടെ മോഡി അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വച്ഛ് ഭാരത് എന്നല്ലേ. നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുന്നത് മാത്രമല്ല, വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം ഒരു ബാഗിൽ ഇട്ടിട്ട് അങ്ങനെ ഇത്രയും സംസാരിച്ചിട്ട് ആരും കാണുന്നില്ലല്ലോ. ഇവിടുന്ന് ആരും ഇല്ലേ? വരൂ സാർ, വരൂ വരൂ മാഡം, വരൂ. നിങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് എന്റെ വണ്ടിയിലിടൂ. ആ പെട്ടെന്നാവട്ടെ, എല്ലാവരും കൊണ്ടുവന്ന് വിടൂ. ആ വേഗം. നീ എന്തായി ചെയ്യുന്നേ? വേസ്റ്റ് ഇടേണ്ടത് എന്റെ തലയിലല്ല, എന്റെ വണ്ടിയിലാ. ക്ലിയോപാട്ര, എന്താ ഇത്? വേസ്റ്റ് തന്നെ വേസ്റ്റ് ഇടാൻ വന്ന പോലെ ഉണ്ടല്ലോ. എന്താ മീനാക്ഷി, ഭർത്താവ് വീട്ടിലില്ലല്ലോ, പിന്നെന്താ എത്ര പാക്കറ്റ്? എന്ത് പാക്കറ്റാ? പാലും പാക്കറ്റ്. പറഞ്ഞു പോലും കണ്ടില്ലേ? എടാ ദേ മല്ലി വരുന്നു. ഇങ്ങ് വന്നേ. പെണ്ണിനുണ്ടാവേണ്ട ഒരു ലക്ഷണവും നിനക്കില്ല. അതായിരിക്കും നിന്നെ ഇഷ്ടമല്ലാത്തത്. ശരി ശരി, നിനക്ക് വേണ്ടി ടിഫിൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്, കഴിക്കും. നിന്റെ അമ്മ ഉണ്ടാക്കിയതാണോ? ഒരു നായ പോലും അത് കഴിക്കില്ല. നായ പോലും കഴിക്കില്ല. അങ്ങോട്ട് നോക്ക് നോക്ക്. മുഴുവനും തീർക്കല്ലേ? അടിച്ചു മാറ്റി കഴിക്കുന്നു. എല്ലാം തിന്ന് തീർത്തല്ലേ? എന്താടാ ഇത്? അവന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊണ്ടുവന്നാ ഇഷ്ടാവെന്ന് പറഞ്ഞിട്ട് എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. നിന്റെ കളി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, പെട്ടെന്ന് വീണോളൂ. സമയമായി വാടാ. വന്നല്ലോ. നീ എന്തിനു പെണ്ണടി ഇങ്ങനെയും കുടിക്കാവോ? കുപ്പി തരാനാ പറഞ്ഞത്. നിന്റെ അച്ഛൻ വിളിക്കുന്നു. എന്തിനാണ് ഇപ്പൊ അയാളുടെ കാര്യം ഓർമ്മപ്പെടുത്തിയത്? നമ്മുടെ കുപ്പി എങ്ങനെ അവൻ അവന്റെ അച്ഛന് ഇഷ്ടമല്ലെന്ന് അറിയാലോ, പിന്നെ എന്തിനാ ഓർമ്മപ്പെടുത്തിയത്? എന്തിനാ ഇതിപ്പോ സംസാരിച്ചേ? നിങ്ങൾക്കറിയാഞ്ഞിട്ടാ. എന്റെ അമ്മ മരിച്ചുപോയ ഉടനെ ആ 4 കൊച്ചി പോയി ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. അയാളെ നേരിൽ കാണുകയാണെങ്കിൽ ഞാൻ വെട്ടിയറിയും. ഷാപ്പി വന്നു കഴിഞ്ഞാൽ ജോളിയായിട്ട് പാർട്ടി ചെയ്യാതെ എന്തിനാടാ അവന്റെ അച്ഛനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നേ? അവന്റെ മുഖം കാണുമ്പോ സഹിക്കുന്നില്ല, ഒന്ന് ചിരിക്കടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു സുഗു. എടാ അലവലാദികളെ, ഇനി ആരെങ്കിലും എന്റെ മുമ്പിൽ കണ്ട എല്ലാത്തിനും ഞാൻ തൂത്തുപറക്കി ശരിയാക്കി തരും. പറഞ്ഞില്ലെന്ന് വേണ്ട. മല്ലികേ, ദാ വരുന്നു അമ്മേ. ആന്റി, ഈ ദോഷം കൂടി ചേർത്ത 12 ദോഷമായിട്ടോ, കണക്കിൽ വെച്ചോളൂ. എടാ നീ കാശ് തരാതെ പറ്റിച്ച് പോയാലല്ല ഈ ചട്ടുകം കൊണ്ട് പഴിപ്പിച്ചാണ് ഞാൻ. അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കാശിന്റെ കാര്യം പറയുമ്പോ ഓടി പോകുന്ന കടല് ചേറ്റകള്. എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നേ? അലറാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എടുത്തോണ്ട് പോ. ഇത് കൊണ്ട് ആഫീസിലേക്ക് കൊടുക്ക. ആ ശരി. നിക്ക്. വഴിക്ക് വെച്ച് കാണുന്ന തെണ്ടികൾക്കെല്ലാം പാവം നോക്കി വിളമ്പാൻ നിന്നാലുണ്ടല്ലോ, കയ്യും കാലോടിച്ച് ഞാൻ അടുപ്പത്തിടും. ആ ആയിക്കോട്ടെ. ഇന്നാ ഇതിനു വേണ്ടിയാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. എന്തുപറ്റാ? നീ ഒളിമ്പിക്സിൽ ഓടാൻ പോയിരിക്കുവായിരുന്നോ? ഞാനിപ്പം പറഞ്ഞത് കേട്ടാലേ നിങ്ങളും ഓടും റേസ്. എന്തു പറ്റിട്ടാ? നമ്മുടെ രാജീവില്ലേ, അവന്റെ പണി തീർന്ന മല്ലിക്ക് വേണ്ടി ചെക്കൻ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്താ പറഞ്ഞ? ചെക്കനെ അന്വേഷിക്കുന്നു? വെറുതെ വിടരുത്.
എടാ മോനെ, കണ്ടിട്ട് എത്ര കാലായി. നീ ഇപ്പൊ കൊച്ചിയിൽ എന്തെടുക്കുവാന്നേ? ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അത് കള മല്ലിയുടെ കല്യാണ കാര്യം എന്തായി? ഇഡ്ഡലിയും ദോശയും വിറ്റ കാശ് വെച്ച് വയറ് തന്നെ നിറയ്ക്കാൻ കഴിയുന്നില്ല, പിന്നെ ഇല്ല കല്യാണത്തിന്റെ കാര്യം. മല്ലിയുടെ കല്യാണത്തിനെ കുറിച്ച് പേടിക്കണ്ട, ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാന്നേ. എങ്ങനെയാടാ? കൊച്ചിയിൽ മഹാലക്ഷ്മിയെ സന്തോഷിപ്പിക്കാൻ വലിയൊരു പൂജ നടക്കുന്നുണ്ട്. യോഗ്യതയുള്ള പെണ്ണുങ്ങൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കുവാൻ സാധിക്കൂ. അങ്ങനെ പങ്കെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ശരീരം മുഴുവൻ ആഭരണങ്ങൾ അണിയിച്ച് പൂജ കഴിഞ്ഞതിന് ശേഷം 10 ലക്ഷം രൂപ കാശായിട്ടും കൊടുക്കുന്നതാണ്. 10 ലക്ഷമാണോ? ഇതാരും അറിയാൻ പാടില്ല. ആട്ടെ, മല്ലി ജനിച്ച നാളെന്താണ്? ജൂൺ 8-ാം തീയതി. അവളുടെ നക്ഷത്രം എന്താണെന്ന് പറ. മൂലനക്ഷത്രം. മൂലനക്ഷത്രമോ? മല്ലി ഇപ്പൊ എവിടെയാ ഉള്ളത്? വീട്ടിലാണ്. വിളിക്കാദ്യ അവളെ. മല്ലികേ, മോളെ മല്ലികേ. എടി മല്ലി, മല്ലി മല്ലി എന്താണ് തണ്ടികളെ കിടന്ന് അലറുന്നത്? എന്താ മല്ലിക്ക് കല്യാണം ആലോചിക്കത്ര? കല്യാണമോ? എന്താ രാവിലെ തന്നെ വെള്ളം അടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. പോയിട്ടാ ഇവിടുന്ന്. അങ്ങയുടെ ഭാവി മരുമോനെ ആക്ഷേപിക്കുകയാണോ? വലിയ ബാഹുബലി നായകനാന്ന വിചാരം. മോന്ത കണ്ടില്ലേ? ഏതവനാടാ മരുമകൻ? ഞാൻ തന്നെയാണ് മരുമകൻ. എന്തിയവൻ അകത്താണോ? ആ മണവണാച്ചനോട് പുറത്തോട്ടിറങ്ങിയാ പറ. പുറത്തേക്ക് കടന്നു വരൂ. പുറത്തേക്ക് വരൂ. ഇതെന്താണ് കിളവനാണല്ലോ. ഈ തെണ്ടികളോടൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? വല്ലതും കൊടുത്തു വിട്, പൊയ്ക്കോളൂ. വയസ്സും കാളെ പോലുണ്ടല്ലോ. തനിക്കെന്താ മല്ലിയെ വേണോ? നിനക്ക് കല്യാണം കഴിക്കലാണോ അതോ ദുബായി കൊണ്ടുപോയി പെണ്ണുങ്ങളെ വിൽക്കലാണോ ജോലി? ദുബായിക്കാരനോ കൊറിയക്കാരനോ വിറ്റോളാം. നിനക്കെന്താടാ പ്രശ്നം? എന്താടാ വിളിച്ചത്? എടാ പ്രായമായ ഒരാളെന്ന് പോലും നോക്കാതെ ഇങ്ങനെ തല്ലിയാലോ? എന്നെ ഇങ്ങനെ തല്ലുന്നത്? അറിയാതെ പറഞ്ഞു അതെ, അവൾക്ക് വേണ്ടി ഇനി ഒരു ചെക്കനെ അന്വേഷിക്കുന്ന അറിഞ്ഞാണല്ലോ വെട്ടി തുണ്ടുവാക്കി കഴിയും. ചെക്കനെ അന്വേഷിക്കുന്നതാണ് നിന്നോട് ആരാടാ പറഞ്ഞത്? ഏതോ പൂജാ കർമ്മങ്ങളിൽ അവളെ ഇരുത്തി കഴിഞ്ഞ 10 ലക്ഷം രൂപ കിട്ടുന്ന എന്റെ അനിയൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പൂജയ്ക്ക് മല്ലിയെ കൊണ്ട് അവിടെ ഇരുത്തതിന് പകരം അവന്റെ പെണ്ണുമ്പിളെ കൊണ്ട് അവിടെ ഇരുത്താൻ പറ. ഈ സുഖുവിന്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം മല്ലിത ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അവളെ കെട്ടിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടി ഞാൻ. എടാ ആരാടാ നിന്നോട് ഇങ്ങനെ പറഞ്ഞത്? മല്ലികയെ നിനക്ക് മാത്രമേ കല്യാണം കഴിപ്പിച്ച് തരൂ ഞങ്ങള്. നീ വിഷമിക്കേണ്ട, ഞാനല്ലേ പറയുന്നത്. നീ പോ. നീ ഇവിടെ നിന്ന് അവൾക്കൊരു പേര് ദോഷം കേൾപ്പിക്കരുത്. പോ മോനെ, പോ മോനെ, പോ. എന്താ രാമേന്ദ്ര, ഇപ്പോഴാണോ നാട്ടിൽ നിന്ന് പറഞ്ഞേ? എന്താടാ കൊച്ചിയിലെ നിന്റെ മറ്റേ സെറ്റപ്പ് ഒക്കെ എന്ത് പറയണോ? നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം ആരാന്നറിയോ? ഒന്ന് താനും ഇന്നൊന്ന് തന്റെ മകനും. എന്തിനാടാ അങ്ങനെ നോക്കുന്നത്? തല്ലണം തോന്നുന്നുണ്ടോ? തല്ലടാ. തെറി വിളിക്കണം തോന്നുന്നുണ്ടോ? വിളിക്കേ. വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയടാ. എനിക്കൊന്നും പറയാനില്ല. എടാ, ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തത്? ഒരുപാട് ചെയ്തു കഴിഞ്ഞു. എന്റെ പെറ്റമ്മയെ കൊന്നു. എന്നെ അനാഥനാക്കിയിട്ട് ഈ നാട് വിട്ട് ഓടിക്കളഞ്ഞു. വേറൊരുത്തിയെ സെറ്റപ്പ് ആക്കിക്കൊണ്ട് കൊച്ചിയിൽ ജീവിതം തുടങ്ങി. അതുകൊണ്ടാ തന്നെ കാണുമ്പോൾ എനിക്ക് വെറുപ്പ് വരുന്നത്. തനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം നല്ലതായി തീർന്നേനെ. എന്റെ മനസ്സിൽ പണ്ടേ ചത്തു കഴിഞ്ഞു. പോ ഇവിടെ നിന്ന്, പോ. എന്റെ ചെറുപ്രായത്തിൽ ഞാൻ മദ്യത്തിന് അടിമയായി നിന്റെ അമ്മയെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ടടാ. പക്ഷെ ആ തെറ്റൊക്കെ ഞാൻ മനസ്സിലാക്കി. നിന്റെ അമ്മയെ സന്തോഷിപ്പിക്കാമെന്ന് കരുതുമ്പോ അവളെന്നെ അനാഥയാക്കിയിട്ട് പോയി കളഞ്ഞടാ. എടാ, നിന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് എന്നോടൊരു കാര്യം ചോദിച്ചിരുന്നു. എന്നെ ഇന്ന് വരെ നിങ്ങൾ സന്തോഷിപ്പിച്ചിട്ടില്ല. ഞാനില്ലാണ്ടായ എന്റെ മോൻ അനാഥനാവും. അതുകൊണ്ട്
അവനെങ്കിലും നല്ലൊരു വഴി കാണിക്കണമെന്ന് പറഞ്ഞ എന്റെ അടുത്ത് സത്യം വാങ്ങിച്ചിട്ടാണ് പോയത്. സുഖു, ഈ 15 കൊല്ലമായിട്ട് നിന്നിൽ നിന്നും ഒരുപാട് അകന്നു നിന്നത് ഒരുത്തിയുടെ കൂടെയും സന്തോഷിക്കാൻ വേണ്ടിട്ടായിരുന്നില്ലടാ. നിന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിട്ടായിരുന്നടാ. നിനക്ക് വേണ്ടി 4 കാശ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ കാശുണ്ടാക്കിയടാ, ഒരുപാട് കാശുണ്ടാക്കിയടാ. സുഖു, അകത്ത് ചെന്നാ സഞ്ചി എടുത്തോണ്ട് പോടാ. വേഗത്തിൽ ഞാൻ പറയുന്ന കേക്കടാ സുഖു. ഈ കാശും കൊണ്ട് നീ കൊച്ചിയിലോട്ട് പോടാ. നിന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീ സന്തോഷത്തോടെ ജീവിക്കണോടാ. ഒരു നേരം കഴിച്ചാലും സമാധാനത്തോടെ കയറി കിടക്കാൻ ഒരു വീട് വാങ്ങും മോനെ. മോനൊരു വീട് വാങ്ങുന്നത് വരെ ഇക്കാര്യം ആരോടും പറയരുത്. നിന്റെ കൂടെ കറങ്ങുന്ന നിന്റെ കൂട്ടുകാരോട് പോലും ഇത് പറയരുത്. നമുക്ക് ആശുപത്രി പോവച്ച, ഞാൻ കൊണ്ടുപോവച്ച. വേണ്ടടാ സുഖു, ഞാനിനി സന്തോഷത്തോടെ പോയിക്കോളാം. നിന്റെ അമ്മയുടെ അടുത്ത് തന്നെ ഞാൻ പോയിക്കോളാം. ഇത്രയും കാലം മോനെ ശ്രദ്ധിച്ചില്ലെന്നും വെച്ച് എന്നെ വെറുത്ത് കളയല്ലേടാ. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കും മോനെ. തീർച്ചയായിട്ടും മോൻ വീട് വാങ്ങണം. ഒരു വീട് അത് അത്യാവശ്യമാണ് മോനെ. അച്ഛാ, അച്ഛാ, അച്ഛാ.